ഹായ് ഫ്രണ്ട്സ്, KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണ്. ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. രേവതി പനിയും ചുമയും ഒക്കെ ആയിട്ട് റൂമിൽ പോയി കിടക്കുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ചന്ദ്രയും ശ്രുതിയും പോയിട്ട് പറയാണ്, ആഹാ സുഖിച്ച് കിടക്കുകയാണല്ലോ, എഴുന്നേൽക്കടി. അപ്പോഴും അവൾ ചുമക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് കിടക്കാൻ കണ്ടൊരു നേരം. ഞാനെന്താ പട്ടിണി കിടക്കണോ? നീ എന്താ ഭക്ഷണം ഉണ്ടാക്കാതിരുന്നേ? ചുമച്ച് എണീച്ചിട്ട് പറയാണ്, എനിക്ക് തീരെ വയ്യ അമ്മേ, എനിക്ക് സുഖമില്ല. ശ്രുതിയെ നോക്കിയിട്ട് പറയാ, പെട്ടെന്നെന്താ പറ്റിയത്? അഭിനയിക്കാണോ നീ? അല്ല അമ്മേ, സത്യമായിട്ടും എനിക്ക് കഴിയാഞ്ഞിട്ടാ, ശരീരം മുഴുവൻ വേദനിക്കുന്നു. ആഹാ, അത് കൊള്ളാലോ. നീ കാട്ടിൽ മരം വെട്ടാൻ പോയിരുന്നോ? അതോ പറമ്പിൽ കിളക്കാൻ പോയിരുന്നോ? ശരീരം വേദനിക്കുന്നു പോലും. ഒരു ജോലിയും ചെയ്യാതിരിക്കാനുള്ള നിൻ്റെ ഈ അഭിനയം കൊള്ളാം. ഇത് എൻ്റെ അടുത്ത് നടക്കില്ല എന്നറിഞ്ഞിട്ടും എന്തിനാണ് ഈ വേഷം കെട്ടുന്നത്? എഴുന്നേറ്റ് പോയി ജോലി ചെയ്യ്, പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്ക്, എനിക്ക് വിശക്കുന്നുണ്ട്. എന്താ നോക്കുന്നേ? പറഞ്ഞത് ചെയ്യ്. എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോ. ശ്രുതി അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ പറയാണ്, ശ്രുതി വാ. ശ്രുതി പുറത്തുനിന്ന് അമ്മയോട് പറയാണ്, ആൻറ്റി, അവൾ കള്ളം പറഞ്ഞതല്ല. കണ്ടാൽ തോന്നില്ലേ അവൾക്ക് നല്ല സുഖമില്ല. ആൻറ്റി, ഭക്ഷണം ഞാനുണ്ടാക്കാം. നീ എന്തിനു ഭക്ഷണം ഉണ്ടാക്കണം മോളെ? അവൾക്ക് അതല്ലാതെ വേറെ എന്താ ജോലി? ഭക്ഷണമൊക്കെ അവളുണ്ടാക്കിക്കോളും. അവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത് തന്നെ അതിനല്ലേ. ഒരു വയ്യായികയില്ല അവൾക്ക്, അവൾ അഭിനയിക്കുക. അവളെക്കുറിച്ച് മോൾക്ക് എന്താ അറിയാം? പഠിച്ച കള്ളി അവൾ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ മോളെ, നീ അവളെക്കുറിച്ച് ചിന്തിക്കണ്ട. സംസാരിക്കുക പോലും ചെയ്യരുത്. നിൻ്റെ റേഞ്ചിലുള്ളവരോട് മാത്രമേ നീ സംസാരിക്കാൻ പാടുള്ളൂ. അവൾ പൂക്കെട്ടുന്ന കുടുംബത്തിൽപ്പെട്ടവളാ. നീയോ മലേഷ്യയിൽ ജോലി ചെയ്യുന്ന നല്ല വലിയ പണക്കാരൻ്റെ മോള്. അതൊക്കെ കേൾക്കുമ്പം തന്നെ ശ്രുതിക്ക് സത്യം പറഞ്ഞാൽ ആട്ടടിക്കുന്നുണ്ട്. ഇവിടുത്തെ അടുക്കളയിൽ കയറിയിട്ട് അവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട ആളാണോ നീ? ചേച്ചേ, അങ്ങനെയൊന്നും പറയാതെ. മോളെ, നീ ഒരിക്കലും നിൻ്റെ പൊസിഷനിൽ നിന്നും താഴരുത്. ഇപ്പോൾ നീ നിൻ്റെ അച്ഛനുമായിട്ട് പിണക്കത്തിലാ എന്ന് കരുതി ജീവിതകാലം മുഴുവനും അങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ. ഒരു നാൾ നിൻ്റെയും അച്ഛൻ്റെയും പിണക്കമൊക്കെ മാറും. അയാൾക്കുള്ളത് മുഴുവൻ നിനക്കല്ലേ. നീ ആരാണെന്ന് ഒന്ന് ഓർത്തു നോക്ക്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ശ്രുതി വല്ലാതെ ആവുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയാണ്, അച്ഛനെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ മോൾക്ക് ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. നീയും രേവതിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി അതേക്കുറിച്ച് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അവളെ സഹായിക്കാമെന്ന് കരുതി നീ അടുക്കളയിൽ കയറിയാൽ പിന്നെ നിൻ്റെ തലയിലിരിക്കും അവൾ. പിന്നെ എല്ലാ ജോലിയും മോൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ സച്ചിയായിട്ട് സ്നേഹത്തിലായതുകൊണ്ട് നിലത്തൊന്നുമല്ല അവൾ. ഈ സന്തോഷം അധികകാലമൊന്നും നിലനിൽക്കില്ല. എന്നാലും ഇപ്പോൾ അവൻ സപ്പോർട്ട് ചെയ്യാമെന്ന് അറിയാവുന്നത് കൊണ്ട് അവളെ നെഗളിപ്പ് അല്പം കൂടും. ആ ധൈര്യത്തിൽ തന്നെയാണ് അവൾ ആ സമയത്ത് മുറിയിൽ കയറി കിടക്കുന്നതും. അങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല മോളെ. അതുകൊണ്ട് കൂടി തന്നെയാണ് ഞാൻ അവളോട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത്. സച്ചി കൂടെയുള്ള ധൈര്യത്തിൽ അവൾ എന്നെ അനുസരിക്കാതിരുന്നാൽ അവൾ വിവരം അറിയും. മോളിതൊന്നും തലയിൽ വെക്കണ്ട. ചെന്ന് മുറിയിൽ ചെന്ന് AC ഇട്ട് വിശ്രമിക്ക്. ഞാൻ വന്നോളാം. രേവതി തീരെ വയ്യാതെ എണീച്ച് വരികയാണ്. അപ്പോൾ ശ്രുതി തിരിഞ്ഞു നോക്കുകയാണ് അവളെ. രേവതി പിന്നെ അടുക്കളയിലേക്ക് വന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി തുടച്ചതിന് ശേഷം ജോലിക്ക് കയറി. അപ്പോഴാണ് മറ്റുള്ള സംഭവമൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് അവൾ ആലോചിക്കുന്നത്, മേലിൽ ഈ അരിപ്പാത്രത്തിൽ തൊട്ടു പോകരുത്, അരി വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ കാര്യം. മുറിയിൽ കയറി രണ്ടുപേരും നല്ല സന്തോഷത്തോടെ സംസാരിക്കുകയാണ്. അതായത് ചന്ദ്രയും ശ്രുതിയും. അപ്പോൾ അരിപ്പാത്രത്തിൽ അരി എടുത്തു കൊടുക്കണമല്ലോ, അതുകൊണ്ട് ചന്ദ്രയുടെ അടുത്തേക്ക് വന്നിട്ട് വിളിക്കുകയാണ്, അമ്മേ. അപ്പോൾ അവർ പറയാണ്, എന്തേ? നമ്മൾ സന്തോഷത്തോടെ നിൽക്കുന്നത് അവൾക്ക് പിടിക്കുന്നില്ല. അമ്മേ, അരി വേണമായിരുന്നു. അരിയില്ലാതെ എങ്ങനെ ചോറ് വയ്ക്കാൻ പറ്റും? വന്ന് അരിയെടുത്തതാ. കേട്ടോ, അവളുടെ വായിന്ന് വന്നത് കേട്ടോ? ശ്രുതിയോട് പറയാ, ഇവക്ക് എന്താ വയ്യായിക? അടുക്കളയിലേക്ക് പോ, ഞാൻ വന്നേക്കാം. ആൻറ്റി പോയി അരി എടുത്തിട്ട് കൊടുത്തിട്ട് വരാം. അരി കൊടുക്കാൻ വേണ്ടി ഒരു പാത്രം പറഞ്ഞ് വലിച്ചിങ്ങെടുത്ത് അതിന് ശേഷം അരി അതിൻ്റെ അകത്ത് ഇട്ടിട്ട് കൊടുത്തിട്ട് പറയാണ്, ഒന്ന് മേലനങ്ങി പണിയെടുക്ക്, വല്ലാതെ വിശക്കുന്നു. പെട്ടെന്ന് തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി ടേബിളിൽ കൊണ്ട് വെച്ചു. എന്നിട്ട് അവളുടെ മുറിയിൽ പോയി കിടന്നു. ചന്ദ്ര എന്തൊക്കെയോ സന്തോഷത്തോടെ തമാശയൊക്കെ പറഞ്ഞിട്ട് ചിരിപ്പിച്ച് കൊല്ലാണ് ശ്രുതിയെ. ശ്രുതി ചിരിച്ച് പറയാണ്, അയ്യോ എനിക്ക് വയ്യേ
എന്തൊരു തമാശ ഇത്. ആൻറ്റിയുടെ തമാശ കേട്ട് സമയം പോയതറിഞ്ഞില്ല. നന്നായി തമാശ പറയുന്നുണ്ട് ആൻറ്റി. ആണോ? അപ്പം ചന്ദ്ര, ഇതൊക്കെ എന്ത്? ഇതിലും വലുത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അല്ല, ഇതൊക്കെ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്താൽ വൈറലാവും, ഉറപ്പാ. ആ ശരിയാ മോളെ, എൻ്റെ ടാലൻറ്റ് ലോകം അറിയണം. ആ അറിയണം ആൻറ്റി, ലോകം മുഴുവനും അറിയണം. എന്നിട്ട് വേണോ നമുക്കൊക്കെ അഭിമാനിക്കാൻ. എപ്പോൾ ചെയ്യാം മോളെ? അതൊക്കെ പിന്നീട് ചെയ്യാം. ആൻറ്റിക്ക് വിശക്കുന്നില്ലേ? പിന്നല്ലാതെ. ഇവളെന്താ വിളിക്കാത്തേ? ഭക്ഷണം റെഡിയായില്ലേ? ഭക്ഷണം ഉണ്ടാക്കാൻ ഇത്രയും സമയം വേണോ? വിശക്കുന്നെന്ന് പറഞ്ഞതല്ലേ അവളോട്. ഇത്ര സമയം എന്തെടുക്കുക? അടുക്കളയിലേക്ക് വന്ന് പരതിയ ചന്ദ്ര പറയാണ്, ഇവളിതെവിടെ പോയി? കാണുന്നില്ലല്ലോ. അവളുടെ റൂമിലെത്തി. അപ്പോൾ അവൾ കിടന്ന് കണ്ടിട്ട് വിളിക്കുകയാണ്, ഏയ് എന്താ ഇവിടെ വന്ന് കിടക്കുന്നേ? ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞതല്ലേ ഞാൻ. അവൾ അവിടെ നിന്ന് പതുക്കെ എണീറ്റു. എന്നിട്ട് പറയാണ്, ഭക്ഷണം ഉണ്ടാക്കി അമ്മേ, ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട്. അത് നിനക്ക് വന്നൊന്ന് പറഞ്ഞാലെന്താ? നീ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞെന്ന് ഞാനെങ്ങനെ അറിയും? ആ ഞാൻ കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട എന്ന് വിചാരിച്ച് കരുതിക്കുട്ടി പറയാതിരുന്നതല്ലേ നീ? എനിക്ക് വിശക്കുന്നു. ഞാനേ ആദ്യം കഴിക്കട്ടെ, കഴിച്ചതിന് ശേഷം ബാക്കി വന്ന് പറഞ്ഞു തരാം. എന്നിട്ട് വിളിക്കുക, ശ്രുതി വാ വാ വന്ന് ഭക്ഷണം കഴിക്കാം. ചൂടോടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രുതി മേലേന്ന് കിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ പറയാണ്, അമ്മേ രേവതിയെ വിളിക്കണ്ടേ? അതൊന്നും വേണ്ട, അവളെല്ലാവരും കഴിച്ചതിന് ശേഷം വന്ന് കഴിച്ചാൽ മതി. അവളെ വിളിച്ചാൽ നമുക്ക് കഴിക്കാനൊന്നും ഉണ്ടാവില്ല, മുഴുവൻ വെട്ടി വിഴുങ്ങും അവൾ. വിളിക്കാതിരിക്കുന്നത് നല്ലത്. നീ ഇരിക്കും മോളെ, വാ. അവൾ ചമച്ച് എണീക്കാൻ പറ്റാത്ത രീതിയിലാണുള്ളത്. കുറച്ച് വെള്ളം എടുത്ത് ഗ്ലാസ്സിൽ ഒഴിച്ചു കുടിച്ചു. കഴിയാതെ ശ്രുതിയും സുതിയും ചന്ദ്രയും ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പറയാണ് സുതിയോട്, ഭക്ഷണത്തിൻ്റെ മണം കാർ ഷോറൂമിലെത്തിയല്ലേ? അതാ നീ ഓടി വന്നത്. അമ്മേ, നിങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സുഖം ഹോട്ടലിൽ ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടുമോ? നിങ്ങളുടെ കൂടെ എന്നൊന്നും പറയണ്ട, ശ്രുതിയുടെ കൂടെ എന്ന് പറഞ്ഞാൽ മതി. നിൻ്റെ ഭാര്യയ്ക്കൊപ്പം ഇരുന്ന് കഴിക്കാനല്ലേ നീ ഓടി വന്നത്? അല്ല മോനെ, ഭക്ഷണം കഴിച്ചതിന് ശേഷം നീ പോവുമല്ലോ അല്ലേ? ഞാൻ പോവും അമ്മേ. ശ്രുതി ഓംലേറ്റ് ഉണ്ട്, എടുത്ത് കഴിക്ക്. എനിക്ക് വേണ്ട ആൻറ്റി, ശ്രുതിക്ക് കൊടുക്ക്. അയ്യോ എനിക്ക് വേണ്ട അമ്മേ, ശ്രുതിക്ക് കൊടുക്ക്. കഴിക്ക് ശ്രുതി. അല്ല ശ്രുതി കഴിക്ക്. നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കഴിക്കാം. ആൻറ്റി, അങ്കിള് ഭക്ഷണം കഴിച്ചോ? രവിയേട്ടൻ യൂണിയൻ ഓഫീസിൽ നിന്ന് കഴിച്ചു. അപ്പോഴാണ് ശ്രുതി പറയുന്നത്, ശ്രുതി ഈ പരിപ്പ് കറി നന്നായിട്ടുണ്ട്, കഴിച്ചോക്ക്. കണ്ടോ ഭാര്യയോടുള്ള സ്നേഹം കണ്ടോ? ഇന്നേ വരെ ഇവൻ എനിക്കൊരു സ്പൂൺ അച്ചാർ വരെ വിളമ്പി തന്നിട്ടില്ല. ഞാൻ അമ്മയ്ക്കും വിളമ്പാം. വേണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അപ്പോഴാണ് സച്ചി കയറി വന്നത്. സച്ചി കയറി വരുമ്പോൾ തന്നെ രേവതി എന്ന് വിളിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ചന്ദ്ര പറയാണ്, വരുന്നുണ്ട്. സച്ചി ചോദിക്കുകയാണ് ചന്ദ്രയോട്, രേവതി എവിടെ? എൻ്റെ ബാഗിലുണ്ട്, ചെന്ന് പോയി എടുത്തോ. ഭയങ്കര തമാശയല്ലേ? അത് കേട്ട് ചിരിക്കാൻ ചില വിഡ്ഢികളും. എണീറ്റ് പോടാ. കണ്ടില്ല ആൻറ്റി, എന്തിനാ ഇവൻ എപ്പോഴും ശ്രുതിയെ ഉപദ്രവിക്കുന്നേ? അവനങ്ങനെയാ മോളെ, പറഞ്ഞിട്ട് കാര്യമില്ല. മോള് ഭക്ഷണം കഴിക്ക്. അവൻ മുറിയിൽ രേവതിയുടെ അടുത്തെത്തി. അപ്പോൾ രേവതിയുടെ ഇരുത്തം കണ്ടിട്ട് പറയാണ്, രേവതി എന്ത് പറ്റി നിനക്ക്? നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? വാ, ഞാൻ ഭക്ഷണം എടുത്തു തരാം. അതൊന്നും വേണ്ട, നീ ഇവിടെ ഇരിക്ക്. എന്ത് പറ്റി നിനക്ക്? വല്ലാതിരിക്കുന്നല്ലോ. സുഖമില്ലേ? പനിയുണ്ടോ? അവൻ നെറ്റിയിൽ കൈവച്ചിട്ട് പറയാണ്, പനിയില്ലല്ലോ. നീ എന്താ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത്? ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? ഇല്ല അല്ലേ? ഈ വീട്ടിൽ എത്ര പേരുണ്ട്? ആരും നിനക്ക് എടുത്തുകൊണ്ട് തന്നില്ലേ? രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, അതിൻ്റെ ഇടയിൽ ക്ഷേത്രത്തിൽ ഉരുളാൻ പോയി. നീ എന്താ രേവതി ഇങ്ങനെ? തീരെ വയ്യേ നിനക്ക്? ഹോസ്പിറ്റലിൽ പോകണോ? വേണ്ട. അവൻ വെള്ളത്തിൻ്റെ പാത്രത്തിൽ നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ തുള്ളിയില്ല. എന്നിട്ട് പറയാണ്, വയ്യാതിരുന്നിട്ടും നിനക്കൊരു തുള്ളി വെള്ളം വരെ ആരും എടുത്തു തന്നിട്ടില്ല അല്ലേ? എന്താ അവർ കരുതിയിരിക്കുന്നത്? അവൻ ആ ജഗ്ഗു എടുത്തിട്ട് താഴേക്ക് പോവാണ് ദേഷ്യത്തോടെ. അവൻ ദേഷ്യത്തോടെ വന്നിട്ട് അമ്മയോട് പറയാണ്, എന്താ നിങ്ങളുടെ വയറ് മാത്രം നിറഞ്ഞാൽ മതിയോ? എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? സുഖമില്ലാത്ത അവളോട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ പോലും ഇവിടെ ആരുമില്ലേ? നിങ്ങളെ മൂക്കുമുട്ടം കഴിക്കുന്നുണ്ടല്ലോ. അവളെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾ ഒരു തുള്ളി വെള്ളം കൊണ്ട് കൊടുത്താൽ മനുഷ്യരാണോ നിങ്ങളൊക്കെ? അപ്പോൾ ശ്രുതി പറയാണ്, സുഖമില്ലെങ്കിൽ ചെന്ന് ഡോക്ടറെ കാണിക്കുക, അല്ലെങ്കിൽ പോയി മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കുക, അല്ലാതെ ഞങ്ങളുടെ മേക്കിട്ട് കയറാൻ വരല്ലേ. നിൻ്റെ ഭാര്യയ്ക്ക് ഭക്ഷണം വെള്ളം കൊടുക്കലല്ല ഇവിടെയുള്ളവരുടെ പണി. നിൻ്റെ ഭാര്യക്കാണ് വയ്യായിരുന്നെങ്കിൽ നീ ഇങ്ങനെ പറയുമായിരുന്നോടാ സോഡാക്കുപ്പി?
ചന്ദ്ര പറയാണ്, ഡാ നിർത്ത്, നിന്റെ വിളയാട്ടം മതി. നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? തെറ്റ് കണ്ടാൽ ചോദിക്കും സച്ചി. വയ്യാത്ത രേവതിയെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിച്ചിട്ട് ആസ്വദിച്ച് കഴിക്കുകയാണ് ചന്ദ്രയും മക്കളും ഒക്കെ. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.